നമസ്കാരം. മറുനാടൻ മലയാളിയും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും സംയുക്തമായി നടത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേയുടെ അവസാനഘട്ട ഫലം പുറത്തുവിടുമ്പോൾ മാവേലിക്കരയിൽ കണ്ടതുപോലെയുള്ള ഒരു വോട്ട് ഷിഫ്റ്റാണ് കൊല്ലത്തും മറുനാടൻ മലയാളിയുടെ 1ഉം 2ഉം സർവേകളിൽ കാണുന്നത്. കൊല്ലത്തിന്റെ 1ാം ഘട്ട സർവേയിൽ ഭൂരിപക്ഷം LDF-നായിരുന്നുവെങ്കിൽ 2ാം ഘട്ട സർവേയിൽ അത് UDF-നായി മാറി. 1ാം ഘട്ട സർവേയിൽ LDF-നുണ്ടായിരുന്ന 45% വോട്ട് 2ാം ഘട്ടത്തിൽ 41ലേക്ക് കുറയുമ്പോൾ UDF-ന്റെ വോട്ട് 41 നിന്നും 46ലേക്ക് കയറുകയാണ്. നിലവിൽ 5% വോട്ടിന്റെ ലീഡാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്. തൊട്ടടുത്ത എതിരാളി LDF-ലെ KN ബാലഗോപാലിനേക്കാൾ ഉള്ളത്. NDAക്ക് ഇവിടെ 10% വോട്ട് വിഹിതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ കൈവിടുന്ന ചാഞ്ചാട്ടമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കൊല്ലം. NK പ്രേമചന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയുടെ ക്ലീൻ ഇമേജ് ഇവിടെ UDF-നെ നന്നായി തുണയ്ക്കുന്നുണ്ട്. പ്രേമചന്ദ്രന്റെ പ്രകടനത്തിൽ മണ്ഡലത്തിലെ ഭൂരിഭാഗം പേരും സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ MK പ്രേമചന്ദ്രൻ 37,000-ഓളം വോട്ടിന് മുതിർന്ന നേതാവ് MA ബേബിയെ തോൽപ്പിച്ചത് CPM-നെ ഞെട്ടിച്ചിരുന്നു. ഇത്തവണയും ഈ ഫലം ആവർത്തിക്കാനുള്ള സാധ്യതയാണ് സർവേയിൽ തെളിയുന്നത്. കൊല്ലം ജില്ലയിലെ ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇടതിന് വൻ ഭൂരിപക്ഷം നൽകുന്നതാണ്. കക്ഷിബന്ധങ്ങൾ LDF-ന് ഗുണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ലായിരുന്നു കേരള കോൺഗ്രസ് Bയും RSPയുടെ ഒരു വിഭാഗവുമൊക്കെ. ഇപ്പോൾ LDF-ന്റെ കൂടെയാണ്. പക്ഷേ പൊതുരാഷ്ട്രീയ സാഹചര്യവും പ്രേമചന്ദ്രൻ പ്രഭാവവുമാണ് UDF-ന് കരുത്താകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേയുടെ അവസാനഘട്ട ഫലം പുറത്തുവിടുമ്പോൾ പ്രകടമാകുന്നത് UDF തരംഗം തന്നെ. UDF 14 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ വെറും 6 സീറ്റുകളിലാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. മറുനാടൻ സർവേ ഫലത്തിലെ 4ാം ഘട്ടം പുറത്തുവിടുമ്പോൾ അവസാന 5 സീറ്റുകളിൽ 3ഇടത്ത് UDF-ഉം 2ഇടത്ത് LDF-നുമാണ് മുൻതൂക്കം. തിരുവനന്തപുരത്ത് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്ന BJP വെറും 1% വോട്ടിന് മാത്രമാണ് പിന്നിട്ട് നിൽക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് 33% വോട്ടുകൾ കിട്ടുമ്പോൾ 32% വോട്ടുമായി തൊട്ടുപിറകിൽ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനുമുണ്ട്. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഇടതു സ്ഥാനാർത്ഥി C ദിവാകറിന് 29% വോട്ടുകളാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് നോട്ടയും മറ്റുള്ളവർക്കും ചേർന്ന് 6% വോട്ടുകൾ കിട്ടുന്നുണ്ട്. ഈ വോട്ടുകൾ 2% മറിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഫലം മാറിമറിയും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രചാരണത്തിന്റെ ഗതി അനുസരിച്ചായിരിക്കും അനന്തപുരിയുടെ അന്തിമ ഫലമെന്നും വ്യക്തമാണ്.